നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ആരോപണം ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സ്ഥാനമൊഴിയണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ആരോപണ വിധേയരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം ഭരണപക്ഷത്തും രഞ്ജിത്തിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ്. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രഞ്ജിത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ വി.ഡി. സതീശന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണെന്നും അതേസമയം തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യം ഉയർത്തണമെന്നുമുള്ള ശക്തമായ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ആദ്യം അതിലേക്ക്. സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രതിപക്ഷത്തു നിന്നും മാത്രമല്ല ഭരണപക്ഷത്തു നിന്നും സമാനമായ നിലപാടാണ്, പ്രതികരണമാണ് വരുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N. അരുൺ ആവശ്യപ്പെട്ടു. പരാതിയുടെ വ്യാപ്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത്യന്തം സങ്കീർണമായ വിഷയമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു അർത്ഥത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. AIYF ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിന്റെ അക്കാദമി ചെയർമാൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ AIYF അഭിപ്രായം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനുചിതമായ പ്രസ്താവനയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം ഇതിനോടൊപ്പം തന്നെ ഞാനും സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ആവശ്യപ്പെടലിന് മുമ്പേ തന്നെ തീരുമാനമെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾക്കൊപ്പമാണെന്ന് എപ്പോഴും പറയുന്ന സർക്കാരിലെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രതികരണമാണോ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹം ചോദിക്കുന്നത്. രേഖാമൂലം പരാതി ലഭിക്കാതെ രഞ്ജിത്തിനെതിരെ നടപടിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. അതിനു പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ ആകില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കണം. അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കുന്നത്. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ലല്ലോ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും. ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിന്റെ ഭാഗമാണ്. ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു.
അവർ നിർദ്ദേശിച്ച 24 കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും? ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ്. അതെല്ലാം നോക്കി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും. പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു കമ്മിറ്റി വന്നു. ഇപ്പൊ ഇന്നലെ അമ്മയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായതിനു ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ. എന്റെ അർത്ഥം എന്താ? അന്ന് ശരിയാണ്, അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു, അതേ അടക്കം വന്നു, സംസാരിച്ചു. WCC ആളിനെ വിളിച്ചു, സംസാരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടു. 1 മണിക്കൂറോ 2 മണിക്കൂറോ മണിക്കൂറിൽ സംസാരിച്ച് കേട്ടു, മിനിറ്റ്സ് ആക്കി. എല്ലാ മിനിറ്റ്സിന്റെ രേഖകളും നമ്മളിലുണ്ട്. ഇന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ അഭിപ്രായമുണ്ട്. അതിലെല്ലാം പോസിറ്റീവായിട്ടാണ് ഈ സംഘടനകളെല്ലാം സമീപിച്ചിട്ടുള്ളത്. ഒരു സംഘടന പോലും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ, ഈ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാനുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പോളിസി വേണം, ഒരു സിനിമാ നയം കൂടി വേണം. കാരണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി ഈ മേഖലയിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനാണ് കോൺക്ലേവ് വെച്ചിരിക്കുന്നത്. അപ്പൊ കോൺക്ലേവ് ഏതാണ്ട് ഇപ്പം അതേതാണ്ട് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു ഗവൺമെന്റ് എന്തോ ചെയ്യേണ്ടത്? ഒരു ഇൻഡസ്ട്രി, 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രി നശിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഇൻഡസ്ട്രി മാറിയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രി കേരളത്തിൽ മാറിയില്ലേ? ഈ കഴിഞ്ഞ വർഷം എത്ര സിനിമ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ സ്റ്റേറ്റ് ആണ്. ഭൂരിപക്ഷം സിനിമ ലാഭകരമായിരുന്നു. നിങ്ങൾക്കൊന്നും പറയുന്ന ശബ്ദത്തിൽ കാണത്തില്ല. കാരണം നല്ല ഒരു കാര്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് 7 വർഷമായിട്ട് 8 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി സംരക്ഷിക്കുന്നതോടൊപ്പം ആ ഇൻഡസ്ട്രിക്കുള്ളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ പ്രവണതകളോ ഉണ്ടെങ്കിൽ കർശനമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ? രഞ്ജിത്തിനെതിരായ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമുള്ള മന്ത്രിയുടെ ആദ്യ പ്രതികരണത്തിനെതിരെ വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്തിനെ ന്യായീകരിച്ചതിലൂടെ സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീവിരുദ്ധത വ്യക്തമായെന്നും സജി ചെറിയാൻ രാജിവെക്കണമെന്നും പ്രൊഡ്യൂസറും നടിയുമായ സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു. വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി സജി ചെറിയാൻ രംഗത്ത് വരികയും ചെയ്തു. പിന്നീട് തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ലെന്നും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നുമായിരുന്നു പിന്നീടുള്ള മന്ത്രിയുടെ വിശദീകരണം. അതേസമയം ബംഗാളി നടിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന മന്ത്രി വീണ ജോർജും ആരോപണത്തിൽ നിജസ്ഥിതി പരിശോധിക്കണമെന്ന മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പരാതി വിടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും. അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ. ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള വിഷയങ്ങളിൽ അതിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് പോവുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിന്റെ ശരിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടെല്ലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് WCCക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ WCCയുമായിട്ട് ആദ്യം ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന
രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിവാദങ്ങൾക്കിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വയനാട് മുട്ടിലെ ഗസ്റ്റ് ഹൌസിലാണ് ഇപ്പോൾ ഉള്ളത്. വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടാണ് രഞ്ജിത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വി വിനോദും ആജ്ഞ രവീന്ദ്രനും എസ് വിനേഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം എസ് വിനേഷ് കുമാറിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിനേഷ്, ഇപ്പോൾ ഉള്ളത് മുട്ടിലെ ഈ ഗസ്റ്റ് ഹൌസിന്, രഞ്ജിത്ത് താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് മുമ്പിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള നിലപാടിലാണ് രഞ്ജിത്ത് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം അവിടേക്ക് എത്തുന്നുണ്ട്. മനസ്സിലാക്കുന്നത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? രേണുക, ഇപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രഞ്ജിത്തിന്റെ മുട്ടിലുള്ള മുണ്ടുപാറ കുന്നിലുള്ള വീട്ടിൽ, അതായത് ഇതൊരു ഗസ്റ്റ് ഹൌസ് ആണ്, രഞ്ജിത്ത് സാധാരണ നിലയിൽ താമസിക്കാൻ വരാറുള്ള വീടാണ്. ഈ വീടിന് മുന്നിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് സമരം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം, ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. എന്നാൽ അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും. കാരണം ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് കാപ്പിത്തോട്ടത്തിന് നടുവിലാണ്, അതായത് മുട്ടിലിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ഒരു മുണ്ടുപാറക്കുന്നെന്ന മലയടിവാരത്തുള്ള ഒരു കാപ്പിത്തോട്ടത്തോട് ചേർന്നാണ് രഞ്ജിത്തിന്റെ ഈ വീടുള്ളത്. ഇത് രഞ്ജിത്തിന്റെ ഈ ഗസ്റ്റ് ഹൌസ് ഉള്ളത്. എന്തായാലും ഇവിടെയാണ് ഇപ്പൊ ഇന്നലെ ഈ നടി രഞ്ജിത്തിനെതിരെ രംഗത്ത് വരികയും രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്നലെ വൈകുന്നേരമാണ് രഞ്ജിത്ത് ഇവിടെ എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്തും 2 സുഹൃത്തുക്കളും ഈ വീടിന് അകത്തുണ്ട്. പക്ഷെ അവരിതുവരെ പുറത്തിറങ്ങാനോ സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറല്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? ഇത് സമരമല്ല, ഇതൊരു നാടിന്റെ ഒരു മനസാക്ഷിയെ, കേരളത്തിന്റെ ഒരു സ്ത്രീ സംരക്ഷണ കവചത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമര പോരാട്ടമാണ്. ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. അകത്തിരിക്കുന്ന തെമ്മാടിയെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നതെങ്കിൽ ഞങ്ങൾ പോലീസിനെ സ്വാഗതം ചെയ്യും. ഈ നാടിനു വേണ്ടി ശബ്ദമുയർത്തുന്ന ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഈ ബന്ധപ്പെട്ട ഗവൺമെന്റും പോലീസും വന്നതെങ്കിൽ ആ പോലീസ് സ്റ്റേഷനകത്തും പുറത്തും സമരം ചെയ്യാനുള്ള പാരമ്പര്യമുള്ള ഇവരുടെയൊക്കെ പീനൽ കോഡ് അല്ലെങ്കിൽ പോലീസ് സംവിധാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് ആരംഭിച്ച സംഘടനയാണ് ഞങ്ങളെ മാതൃസംഘടനയും ഞങ്ങളെ സംഘടനയും. ഇവൻ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പോലീസ് ബലമായി പിടിച്ചു കൊണ്ടുവരിക. ഇതിന്റെ പുറത്ത് വന്നതിന് ശേഷം അവൻ രാജിവെച്ച് കൃത്യമായി ഗവൺമെന്റ് പോലീസിന് ഇടപെട്ട് അറസ്റ്റ് ചെയ്യുന്നതുവരെ ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുക അല്ലെങ്കിൽ പുറത്താക്കുക, ഇതെല്ലാം നിലപാടല്ലേ? ഇത് കൃത്യമായുള്ള ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ നിലപാടാണ്. ഈ നിലപാടിനൊപ്പം പൊതുസമൂഹം നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ വയനാട്ടില് കൃത്യമായിട്ട് ദുരന്തമുഖത്ത് സജീവ പ്രവർത്തനങ്ങളുമായി അതിജീവനത്തിന്റെ പോരാട്ട ഭൂമികയിലാണ്. ആ പോരാട്ട ഭൂമികയില് ഇത്തരത്തിലുള്ള നീചമായ ആഭാസത്തര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവര്, സമൂഹത്തിന് അപമാനമായവർക്ക് അന്തിയുറങ്ങാൻ സേഫായ ഒരു യൂണിറ്റാണ് വയനാട്. ഈ വയനാടിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇവിടെ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ പോരാട്ടത്തിന്റെ ഭൂമികയിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകൾക്ക് അന്തിയുറങ്ങാനുള്ള ഒരു നാടല്ല എന്നത് കൃത്യമായി ഞങ്ങൾ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ രാജിവെക്കുന്നതുവരെ, ഇവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമര പോരാട്ടവുമായി മുന്നോട്ട് പോകും. എന്തായാലും യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. രഞ്ജിത്ത് സ്ഥാനം, അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും രഞ്ജിത്തിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറോളം മുമ്പാണ് ഇവിടേക്ക് മാർച്ചായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്നത്. പക്ഷേ ഇതിന്റെ താഴെയുള്ള ഇവിടേക്ക് കയറി വരുന്ന ഗേറ്റ് ആദ്യം അടച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അതായത് ഈ രഞ്ജിത്തിന്റെ പ്രോപ്പർട്ടിയിലേക്കുള്ള വരാൻ ഇപ്പോൾ കഴിയില്ല. അവർ പൂർണ്ണമായും ആ ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ട്. എന്തായാലും രഞ്ജിത്തും അതുപോലെ തന്നെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്കിവിടെ രഞ്ജിത്തിന്റെ വാഹനം ഉൾപ്പെടെ ഇവിടെ കാണുന്നുണ്ട്. രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളും ഈ വീടിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇയാൾ രഞ്ജിത്ത് കോഴിക്കോട്ടേക്ക് മടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. വിനേഷ്, ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ? ഈ രഞ്ജിത്തും ഈ 2 സുഹൃത്തുക്കളും അവർ മാത്രമാണോ ആ റിസോർട്ടിൽ ഉള്ളത്? കോഴിക്കോടേക്ക് പോകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഇവിടെ ഈ വലിയ പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലത്തിലാണോ?
തീർച്ചയായും അങ്ങനെ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷേ രഞ്ജിത്ത് വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. കാരണം വയനാട് കുറച്ചും കൂടെ സേഫായ ഒരു സ്ഥലമാണ്, അത്ര ജനവാസ മേഖലയൊന്നുമല്ല ഇത്. കാപ്പിത്തോട്ടമാണ്, മലയടിവാരമാണ്. നമുക്കറിയാം രഞ്ജിത്തിന്റെ വീട് കോഴിക്കോട് നഗരത്തിലാണ്. നഗരത്തിലുള്ള ചാലപ്പുറത്താണ് രഞ്ജിത്തിന്റെ സ്വന്തം വീടുള്ളത്. രഞ്ജിത്ത് കുടുംബമായി താമസിക്കുന്നത് ഇവിടെ വല്ലപ്പോഴും വന്ന് താമസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭൂമി വാങ്ങിയതാണ്. പക്ഷേ ഈ സ്ഥലം സ്വന്തമായ ആരുടെ പേരിലാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ല. എന്താ രഞ്ജിത്താണ് ഈ സ്ഥലവും അതുപോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ പരിപാലിച്ചു പോകുന്നതും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും എല്ലാം തന്നെ രഞ്ജിത്താണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സ്ഥിരമായി ഇവിടെ സുഹൃത്തുക്കളുമായി വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷേ റിസോർട്ട് ആവശ്യങ്ങൾക്ക് പുറത്തൊന്നും അങ്ങനെ സാധാരണ നിലയിൽ ഇത് വാടകയ്ക്കോ മറ്റൊന്നും ഈ ബിൽഡിംഗ് നൽകാറില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം. എന്തായാലും സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊപ്പം രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കുക, ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം തുടരുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അല്പസമയത്തിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം രഞ്ജിത്ത് പുറത്തിറങ്ങിയേക്കുമെന്നാണ് അറിയാൻ കഴിയും. എന്തായാലും തൽക്കാലം പ്രതികരിക്കാനില്ല എന്നുള്ളൊരു നിലപാട് രഞ്ജിത്ത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പ്രതികരിക്കാം. തൽക്കാലം എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഈ ബംഗാളി നടിയുടെ ആരോപണം അല്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലിന്റെ ഒരു പശ്ചാത്തലത്തിൽ തൽക്കാലം താൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് രഞ്ജിത്തിന്. അതേസമയം അവരെ ഈ പലേരി മാണിക്യം സിനിമയുടെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ചിരുന്നു. പക്ഷേ അവരുടെ ഈ റോളിന്, അതായത് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ റോളിന് അനുയോജ്യമായ ഒരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് അവരെ അതിലേക്ക് സെലക്ട് ചെയ്തില്ല എന്നതുൾപ്പെടെയുള്ള ന്യായീകരണം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വൈകിട്ട് വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി മുന്നോട്ട് പോകും. ഇനിയും കൂടുതൽ രഞ്ജിത്തിന് ഉള്ള സ്ഥലങ്ങളിൽ രഞ്ജിത്തിനെ ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. വിനേഷ്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രവർത്തകരെ എല്ലാം പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നുള്ളത് വിനേഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കോഴിക്കോടേക്ക് പുറപ്പെടാനാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എളുപ്പമുള്ള കാര്യമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഒരുപക്ഷെ അവിടേക്ക് ഗേറ്റിന് വെളിയിലടക്കം തടിച്ചുകൂടാനുള്ള ഒരു സാധ്യതയും അദ്ദേഹത്തെ ഇവിടെ നിന്ന് വിടില്ല എന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധം അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ കാഴ്ചവെക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ തെളിയുന്നില്ലേ? തീർച്ചയായും അങ്ങനെ രഞ്ജിത്ത് കടന്നുപോകുന്ന വഴികളിൽ പ്രതിഷേധിക്കാനുള്ള ഒരു സാധ്യത, രഞ്ജിത്തിനെ കാണുന്ന സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായ ജഷീർ പള്ളിവേൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ രഞ്ജിത്ത് ഇതിലെ കടന്നു പോകുന്നത് അത്ര സുരക്ഷിതമായിരിക്കില്ല. കാരണം ഈ പ്രദേശം പ്രശ്നമില്ല. പക്ഷേ ഇത് കഴിഞ്ഞാൽ പിന്നെ മുട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മുട്ടിൽ, കൽപ്പറ്റ, വൈത്തിരി അതുവഴിയാണ് താമരശ്ശേരി കടന്നു പോകും. രഞ്ജിത്ത് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ എന്തായാലും കരിങ്കൊടി കാണിക്കുന്നതും പ്രതിഷേധവും മറ്റും ഉണ്ടാവും. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത മണിക്കൂറുകളിലും പ്രതിഷേധം, അതായത് ഈ ഏതൊക്കെ രീതിയിൽ അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിഷേധം ഒഴിവാക്കില്ല. രഞ്ജിത്ത് ഈ സ്ഥാനം ഒഴിയുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. തീർച്ചയായും വിനേഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് താമസിക്കുന്ന മുട്ടിലെ റിസോർട്ടിന് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. ഇവരെ അവിടെ നിന്ന് ഉടനടി അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും. എന്നിരുന്നാൽ പോലും ഇന്ന് വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെടും എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ വൃത്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ എത്രത്തോളം സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് സംശയമുള്ള കാര്യം കൂടിയാണ്. വി വിനോദും ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം വി വിനോദിലേക്ക് പോവുകയാണ്. വിനോദ്, ഈ ഭരണപക്ഷത്ത് നിന്നുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പോലും രഞ്ജിത്തിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ഉയരുന്ന ഘട്ടത്തിലാണ് അത്രത്തോളം ന്യായീകരിച്ചുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നതിൽ അദ്ദേഹം എന്തൊക്കെ ന്യായീകരണങ്ങളാണ് നിരത്തുന്നത്? രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾ അതുതന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം കേസെടുക്കാൻ കഴിയില്ല, പരാതി രേഖാമൂലം ലഭിക്കട്ടെ എന്നതാണ്. അതായത് തനിക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് ചലച്ചിത്ര താരം പറയുമ്പോൾ അക്കാര്യത്തിൽ രേഖാമൂലം നടപടി, പരാതി വരട്ടെ, അതിനുശേഷം നടപടി എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതോടൊപ്പം തന്നെ ഈ FIR എടുത്താൽ അത് നിലനിൽക്കുമോ എന്നതടക്കമുള്ള നിയമപരമായ ചില സംശയങ്ങൾ
ഇതെല്ലാം തന്നെ വലിയ വിമർശനത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഉപമിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത FIR എന്തായി എന്നതാണ്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത ഏതെങ്കിലും FIR അല്ല കോടതി കോഷ് ചെയ്തത്. പിന്നീട് അതിന്മേൽ അന്വേഷണം വരികയും ആ റിപ്പോർട്ടിന്മേലാണ് പിന്നീട് നിയമയുദ്ധം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി വേണം കരുതാൻ. ഏതായിരുന്നാലും നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുകളുണ്ട്. അന്ന് ഇടത് സർക്കാർ കൈക്കൊണ്ട നിലപാട് പൊതുസമൂഹം അംഗീകരിച്ചതാണ്. ശക്തമായ നിയമ നടപടികൾ ഉണ്ടായി. അതിൻ്റെ നിയമപോരാട്ടം ഇപ്പോഴും തുടരുകയുമാണ്. അതിനേക്കാൾ ഗൗരവമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രഞ്ജിത്തിനെതിരെയുള്ള നടിയുടെ വെളിപ്പെടുത്തൽ അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അതിൽ പോക്സോ കേസ് എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വന്നത്. പക്ഷേ അതിൽ പോലും നിശബ്ദത പാലിക്കുകയാണ് സർക്കാർ. പരാതിക്കാർ പോലീസിന് പരാതി നൽകട്ടെ, അങ്ങനെയെങ്കിൽ വാദിയോ പ്രതിയോ വരുന്ന മുറയ്ക്ക് കേസെടുക്കാമെന്നാണ്. പക്ഷേ നമുക്കറിയാം കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസാണ്, ഗുരുതരമായ ഗ്രേവ് ക്രൈമാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയും. സാഹചര്യ തെളിവിൻ്റെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലൊക്കെ FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ട്. സുവോമോട്ടയായി കേസുകളെടുത്ത ചരിത്രമുണ്ട്. സ്വമേധയാ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിച്ച് അതിൽ കഴമ്പില്ലെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന സംഭവമുണ്ട്. FIR ഇടുന്നതിന് മുൻപ് തന്നെ പോലീസ് പ്രാഥമികമായി അന്വേഷിക്കുന്ന നിയമ സംവിധാനമുണ്ട്. അങ്ങനെയുള്ള രീതികളുണ്ട്, അത്തരത്തിലുള്ള ഉത്തരവുകളുണ്ട്. പക്ഷേ അതൊന്നും അവലംബിക്കാതെ പരാതിക്കാർ നേരിട്ട് വരട്ടെ, അവർ പരാതി നൽകട്ടെ, അതിനുശേഷം കേസെടുക്കാമെന്ന നിലപാടിലേക്ക് സർക്കാർ പോകുമ്പോൾ അത് ഉപരിപ്ലവമായ നടപടിയാണ്. മാത്രവുമല്ല കോൺക്ലേവ് സംബന്ധിച്ചുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നു. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി എങ്ങനെയാണ് കോൺക്ലേവ് നടത്തുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും WCCയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രവുമല്ല പല കാര്യങ്ങളിലും സർക്കാരിന് എതിർപ്പ് നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇക്കാര്യത്തിൽ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ സാഹചര്യം പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തു നിന്ന് തന്നെ മന്ത്രിമാർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട് എന്നതാണ്. വീണ ജോർജും അതോടൊപ്പം തന്നെ മന്ത്രി ആർ ബിന്ദുവും അടക്കം WCCയെ പിന്തുണയ്ക്കുന്നു. അല്ലെങ്കിൽ നടിക്ക് പരാതി നൽകാനുള്ള അവസരമുണ്ടാക്കുമെന്ന് വീണ ജോർജ് പറയുന്നു. ആ നിലയ്ക്ക് ഇതിൽ നിയമ നടപടികൾ ഉണ്ടാകണം, നിയമ പോരാട്ടം ഉണ്ടാകണം എന്ന സൂചനയാണ് വനിതാ മന്ത്രിമാർ നൽകുന്നത്. അതേ നിലയിൽ സജി ചെറിയാൻ രാവിലെ പറഞ്ഞ പ്രസ്താവന പിന്നീട് അദ്ദേഹത്തിന് ഒരല്പം തിരുത്തേണ്ടി വന്നു. ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നും രഞ്ജിത്ത് കുറ്റക്കാരനാണെങ്കിൽ നടപടിയെടുക്കുമെന്നും കാട്ടി അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു. രഞ്ജിത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന രാവിലത്തെ പരാമർശത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നാക്കം പോകേണ്ടി വന്നു. മറ്റൊരു വാദം മുൻപ് നടന്ന പല സംഭവങ്ങളുമാണ് ഇപ്പോൾ പലരും പരാതിയായി ഉന്നയിക്കുന്നതാണ് എന്ന ഒരു കാര്യമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ്. എന്നാൽ യുവ നടിമാരിൽ ഒരാളായ അൻസിബ തന്നെ ഇന്ന് നമ്മളോട് സംസാരിച്ചതാണ്. തനിക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, അന്വേഷണം വേണം. ഈ കാര്യത്തിൽ അൻസിബ പഴയകാല നടിയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഉയർത്തിയ വാദങ്ങൾ നിലനിൽക്കുന്നതാണ്. ഭീകരമായ സാഹചര്യങ്ങൾ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക ചൂഷണമുണ്ട്, അവസരങ്ങൾ നിഷേധിക്കലുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്. ഇതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് പുതിയ തലമുറയുടെ പ്രതികരണവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഴയ കാലത്ത് സംഭവിച്ച ഒരു കാര്യമായി മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശക്തമായ നിയമ നടപടികളാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. കാരണം നവോത്ഥാന മതിലും അതോടൊപ്പം തന്നെ വനിതാ മതിലുമൊക്കെ നിർമ്മിച്ച പുരോഗമന ചിന്താഗതി മുന്നോട്ട് വെച്ച ഒരു സർക്കാർ സ്ത്രീ സംരക്ഷണ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് വലിയൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന് എത്ര ദൂരം ഇങ്ങനെ പോകാൻ കഴിയുമെന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. മറ്റൊന്ന്, കോടതിയുടെ മുമ്പിലുള്ള ഒരു സംഗതിയായി ഈ റിപ്പോർട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയും ഇതിൽ ആശങ്ക രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് തുടർ നടപടികൾ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതി തന്നെ ആരായുന്ന നിലയിലേക്കും ഈ സ്ഥിതി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് കൃത്യമായും ഒരു ശരിയായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന എല്ലാ സാഹചര്യവും നിലനിൽക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അത് സർക്കാർ മനസ്സിലാക്കണം. ഇന്ന് പലരും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് പോയത്. KB ഗണേഷ് കുമാർ അടക്കം ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു എന്ന കാര്യം പറയുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരമൊരു ഗ്രേവ് ക്രൈം, അതായത് പോക്സോ പോലുള്ള കേസുകൾ, കുട്ടികൾ വരെ ലൈംഗിക ചൂഷണത്തിനിരയായി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുള്ള
ഉള്ളപ്പോൾ ഇടത് സർക്കാർ എടുക്കുന്ന നിലപാട് എന്താവും എന്നത് തീർച്ചയായും പ്രധാനമാണ്. വിനോദ, എന്തായിരിക്കും ഈ സർക്കാർ എടുക്കുന്ന നിലപാട് ഈ വിഷയങ്ങളിൽ എന്നുള്ളത് ഏറെ ആകാംക്ഷയോടെ പൊതുസമൂഹവും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിട്ടുള്ള ആദ്യ പ്രതികരണം അത് വലിയ പ്രതിഷേധത്തിനും വിവാദത്തിനും ഒക്കെ വഴിവെക്കുന്നുണ്ട്. ഇതിപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ അടക്കം ഈ ഒരു വിഷയത്തിൽ മന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മന്ത്രി പറയുന്ന ഒരു കാര്യം, കേസ് എടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് FIR രജിസ്റ്റർ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ തള്ളിപ്പോകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇതിപ്പോൾ ഒരു സാധാരണ സംവിധായകനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം എന്നുള്ള നിലയിൽ മാത്രം നമുക്കിതിനെ എടുക്കാൻ കഴിയില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ കൂടി ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. ധാർമ്മികമായ ഒരു നിലപാട് എടുക്കേണ്ട ഈ വിഷയത്തിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു പദത്തിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് രാജി എഴുതി വാങ്ങിക്കുന്ന ഒരു നടപടിയിലേക്കെങ്കിലും കടക്കേണ്ടേ? ആ ഒരു വിഷയത്തിലെങ്കിലും നടപടി കൈക്കൊള്ളേണ്ടേ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? ആരോപണങ്ങളാണ് എന്ന് പലതും എഴുതി തള്ളുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആരോപണം നേരിടുന്ന പലരുടെയും ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നത്. 1, 2, 3 തവണയല്ല, പല കുറി ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോശം പെരുമാറ്റം സംബന്ധിച്ച് ഈ പലർക്കെതിരെയുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. പലരുടെയും പേരുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ വിവാദത്തിൽപ്പെടുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ആദ്യമായല്ല. അതായത് ഇവരുടെ ഒരു പൊതു സമീപനം, പൊതു സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ്. പലരും മാനക്കേട് ഭയന്നോ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോ വിചാരിച്ചോ ആ തരത്തിൽ പലരുമായും പിണങ്ങേണ്ടി വരുമോ, ഈ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് വെളിപ്പെടുത്തലുകൾ നടത്താത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്ര പേർ വെളിപ്പെടുത്തുമ്പോൾ എത്രയായിരിക്കും ഇവരുടെ ഈ തെറ്റായ സമീപനത്തിന് ഇരയായ ആളുകൾ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വളരെ തുച്ഛമായ ആളുകളാണ് പുറത്ത് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് പറയാതെ നിൽക്കുന്ന എത്ര ആളുകളുണ്ടാകും? അവരുടെ ഒരു മാനസികാവസ്ഥ, അവർ പുറത്തു പറയാത്തതിൻ്റെ അവരുടെ സാഹചര്യങ്ങൾ, ഭയം, അവസരങ്ങളില്ലാതാകുന്നത്, ഇങ്ങനെ പല വിഷയങ്ങൾ അലട്ടുന്നത് കൊണ്ടാകാം പലരും പുറത്തേക്ക് വരാത്തത്. പക്ഷേ ഇതിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. സർക്കാർ കൃത്യമായ നടപടിയെടുക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലും എതിർപ്പ് നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ നടപടികളെ വിമർശിക്കപ്പെടുന്നുണ്ട്. WCCയുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. WCCയിൽ തന്നെ ആദ്യം മുതൽ നിലപാടെടുത്ത ആളുകൾ, വ്യക്തമായ വളരെ ക്ലാരിറ്റിയോടെ നിലപാടെടുത്ത് വന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ വാദങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന നിലയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. പാർവതി തിരുവോത്തും അതോടൊപ്പം തന്നെ രമ്യ നമ്പീശനുമൊക്കെ വളരെ സജീവമായി സിനിമയിൽ നിന്നപ്പോഴാണ് അവരൊരു നിലപാടിൻ്റെ പേരിൽ ശക്തമായി രംഗത്ത് വന്നത്. പിന്നീട് അവർക്ക് അവസരങ്ങൾ കിട്ടിയോ അത് നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് എത്രമാത്രം അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയതെന്ന കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയും അവർക്കൊപ്പം നിന്ന സ്ഥാപക നേതാവ് പിന്നീട് കാലുമാറിയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് വരികയും പിന്നീട് അതിൽ വെള്ളം ചേർക്കുകയും അല്ലെങ്കിൽ മാറി നിൽക്കുകയും ചെയ്ത് കൈ നിറയെ അവസരം വാങ്ങിയ WCC അംഗവുമുണ്ട്, അല്ലെങ്കിൽ സ്ഥാപക നേതാവുമുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കോസിന് വേണ്ടി, ഒരു സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാൻ വേണ്ടി, ആത്മാഭിമാനത്തോടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം പേർ നടത്തിയ ഒരു യുദ്ധം അത് ഇങ്ങനെ പോകുമ്പോൾ അതിന് പ്രചോദനം നൽകണമോ, അതിന് കൂടുതൽ കരുത്ത് പകരണമോ, അല്ലെങ്കിൽ അതിൻ്റെ മുനയടിക്കണമോ എന്ന ഒരു കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് തീരുമാനമായാലും അതൊക്കെ തന്നെയും നിർണായകമാകുമെന്നതും ഉറപ്പാണ്. ആര്യ, തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ WCC അടക്കം സൂചിപ്പിക്കുന്നതും അക്കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ തുടർക്കഥയായി ഈ വിഷയത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം, എന്തൊക്കെ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ആ ഒരു ശക്തമായ നിലപാടിലേക്ക് കടക്കേണ്ടതും സർക്കാരാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏത് വിധത്തിൽ അത് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം പുകയുമ്പോൾ ആ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും കടക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഒരു കാര്യം, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് സ്ത്രീ സമൂഹം പ്രതീക്ഷിച്ചത് ഈ മറുപടിയായിരുന്നു? ഇത്തരത്തിലൊരു നിലപാടായിരുന്നു അദ്ദേഹം ഉയർത്തേണ്ടത് എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നില്ലേ? ഇപ്പോൾ നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ത്രീ സമൂഹത്തിന് നേരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പല്ലിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തർക്കിക്കാനാകുമോ?
ശരിയാണ് ആര്യ. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തൊന്നും മാത്രമല്ല, ഇന്നലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയത് മുതൽ ഇന്നലെ അമ്മയുടേത് മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള ചോദ്യങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നത്. മാത്രമല്ല, സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെ സ്ത്രീ ഒരു രീതിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം സാന്ദ്ര തോമസിന്റെ അതേ ചോദ്യത്തോട് പ്രതികരിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ സമീപിച്ചപ്പോഴും അദ്ദേഹം അതിനെ അങ്ങേയറ്റം പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ മഹാപ്രതിഭയാണ്. ഈ മഹാപ്രതിഭയെ ഇരുത്തിയിരിക്കുന്ന കേരള അക്കാദമി ചെയർമാൻ സ്ഥാനം, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം നിന്നും അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളത് ഒരു വലിയ കടമ്പ പോലെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബംഗാളി നടിയുടെ ആരോപണം, ശ്രീലേഖ മിത്രയുടെ ആരോപണം എത്ര ഗുരുതരമാണ് എന്നുള്ളതാണ് ഇവിടെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടത് ഒരു കാര്യം. കാരണം ഒരു ബംഗാളി നടിയാണ്. അവരെ വന്നിട്ടുള്ള ഓഡീഷനുള്ള രഞ്ജിത്തിന്റെ സിനിമ പാലേരി മാണിക്യമാണെന്ന് പറയുന്നു. അകലെ സിനിമയുടെ സമയത്താണ് രഞ്ജിത്തിനെ പരിചയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഇത്രയും കൃത്യമായി ഒരു ബംഗാളി നടി മലയാള സിനിമയുടെ പേരുകൾ കൃത്യമായി ഓർമ്മിച്ചു വെച്ച് ഇത്തരം ആരോപണവുമായി, പ്രത്യേകിച്ചും അവര് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു നീക്കമുണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. അത് വാർത്തകളിൽ ഇടം പിടിക്കുന്നു, അത് ചർച്ചയാക്കുന്നു. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന പോലെ ലോകത്ത് തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കുന്നത് ആദ്യമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അതിൽ ശ്രദ്ധിക്കുകയും അത് അവർ നൽകിയ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ ഒരു മലയാളി സംവിധായകൻ എന്നോട് മോശമായി പെരുമാറി എന്നൊരു സ്ത്രീ ആരോപിക്കുകയാണ്. അത് വെറും ഒരു ആരോപണമായി തള്ളിക്കളയാൻ എങ്ങനെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ പോലെ, പ്രത്യേകിച്ചും ഇതിന്റെ ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്ന് ശഠിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ ഉദ്യമത്തിന്റെ ഭാഗമായി ഉണ്ടായത് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് അവകാശം സ്ഥാപിക്കുമ്പോഴും എങ്ങനെയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ആരോപിക്കുന്ന, അതും ഒരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു പരാതി, താൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് എന്നാണ് ശ്രീലേഖ മിത്ര പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, അവര് ഈ പറഞ്ഞതുപോലെ 93 മുതൽ സിനിമാ രംഗത്ത് സജീവമായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കൊരു മലയാളി സംവിധായകന്റെ നേരെ ഇത്തരത്തിലൊരു കപട ആരോപണം ഉന്നയിച്ച് സ്റ്റാർഡം നേടേണ്ട ഒരാവശ്യവുമില്ലാത്ത ഒരു സ്ത്രീയാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ കരിയർ എന്താണ്, അവരുടെ കരിയർ ലൈഫ് എന്താണ്. 2022 കൂടി ഇന്റർനാഷണൽ അവാർഡ് ടെയിൽ ഓഫ് കൽക്കട്ട എന്ന് പറയുന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൽക്കട്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് 2022 പോലും ബെസ്റ്റ് ആക്ട്രസിനുള്ള ഇന്റർനാഷണൽ പുരസ്കാരം നേടിയ സ്ത്രീയാണ് ഈ ശ്രീലേഖ മിത്ര. ശ്രീലേഖ മിത്രയ്ക്ക് ഇങ്ങനെ ഒരു ആരോപണവുമായി, അതും മലയാളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സംവിധായകനെതിരെ ഇങ്ങനെ ഒരു ആരോപണവുമായി, പൊള്ളയായ ഒരു ആരോപണമായി രംഗത്തെത്തേണ്ട ഒരാവശ്യമില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നോ അതല്ലെങ്കിൽ അത് അന്വേഷിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ നടപടിയെടുക്കുമെന്നോ പറയാതെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം മഹാപ്രതിഭയാണ്, പ്രതിഭാധനനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും തനിക്ക് ഈ നടിയെപ്പറ്റി, അതായത് ഓഡീഷന് വന്ന ശേഷം അവർ സിനിമയ്ക്ക് മാച്ചാവാത്തത് കൊണ്ട് മാത്രം എടുത്തില്ല എന്നൊരു നിരുത്തരവാദപരമായ മറുപടി മാത്രമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആരോപണ വിധേയനായതുകൊണ്ടായിരുന്നു രഞ്ജിത്തിനോട് അത്ര നന്നായി പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഇവിടെ സാന്ദ്ര തോമസ് ഉന്നയിച്ചതുപോലെ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക്, കേരളത്തിലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായതെങ്കിൽ, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ടാണ് ആ വാക്ക് സർക്കാർ പാലിക്കാത്തതെന്നുള്ള ചോദ്യം പല ഭാഗത്തുനിന്നും ഇതിനുണ്ട്. അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുകയാണ് രണ്ട് വനിതാ മന്ത്രിമാർ, മന്ത്രി ആർ ബിന്ദുവും മന്ത്രി വീണ ജോർജും. ആർ ബിന്ദു പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, നട്ടിലുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷനുള്ള ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഫലമാണ് അവര് എന്ത് ജോലിയും ചെയ്യാൻ, അതായത് സിനിമയല്ലാതെ തങ്ങൾക്ക് ഏത് ജോലിയും ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച
തങ്ങൾക്ക് ഈ സിനിമയിൽ അവസരം വേണ്ട, അല്ലെങ്കിൽ തങ്ങളുടെ കരിയർ മുന്നോട്ട് പോകില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഇതിന് ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം നട്ടലുള്ള പെണ്ണുങ്ങളുടെ പ്രയത്ന ഫലമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി തുടങ്ങിയ കാലം മുതൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ ചലച്ചിത്ര മേഖല പരിശോധിച്ചാൽ തന്നെ അതിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, ഇത്തരത്തിലുള്ള വിവേചനം, ലൈംഗിക അതിക്രമം, അല്ലാതെ ഇവർക്ക് സെറ്റിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയുള്ള തരത്തിലുള്ള പ്രൊഡ്യൂസർമാരുടെ നീക്കം, ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം വിജിലന്റ് ആയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുവെങ്കിലും കഴിഞ്ഞ 5 വർഷമായി WCCയുടെ പരിശ്രമ ഫലമായിട്ട് ഇത്തരത്തിൽ ഒരു വിജിലന്റായ നീക്കം എല്ലാ മേഖലകളിലും വ്യക്തമാണ് എന്നുള്ള കാര്യവും മന്ത്രി ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. അതേസമയം ബംഗാളി നടി ശ്രീരേഖ മിത്രയ്ക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മന്ത്രി വീണ ജോർജും പ്രതികരിച്ചത്. അവർക്ക് പരാതിയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടിയെടുക്കണം. അങ്ങനെ ഒരു സർക്കാരിന്റെ 3 മന്ത്രിമാരുടെ പ്രതികരണത്തിൽ 2 പേരുടെയും പ്രതികരണം ഈ WCCക്കും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എന്ത് സാഹചര്യമാണോ ഉള്ളത് അത് മുഴുവൻ നടപ്പിലാക്കാൻ ശ്രമിക്കണം, അത് നടപ്പിലാക്കാൻ സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് സിനിമ കൈകാര്യം ചെയ്യുന്ന മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങേയറ്റം നിരാശാജനകമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വനിതാ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നടക്കം ഭരണപക്ഷത്തെ പല നേതാക്കന്മാരും ഇത്തരത്തിൽ ശ്രീലേഖ മിത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടൊക്കെ എടുത്തുകൊണ്ട് രംഗത്തേക്ക് വന്നെങ്കിൽ പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അതായത് കൃത്യമായ ഏതൊരു അതോറിറ്റി ആണോ ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്ന നിലപാട് അത് ഏറെ നിരാശാജനകമാണ് എന്നുള്ളത് പറയാം. ഒരുപക്ഷെ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ഏതൊരു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നാലും ഒരു വിഭാഗം ആളുകൾ പറയുന്ന ഒരു അഴകുഴമ്പൻ ന്യായീകരണമുണ്ട്. കേസ് ഔദ്യോഗികമായി വന്ന് നൽകട്ടെ, പരാതി ഇവിടെ വന്ന് നൽകട്ടെ, പോലീസിൽ പരാതി നൽകട്ടെ, എന്നിട്ട് FIR ഇടാം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു നിലപാട്. പക്ഷേ ഇതിൽ പല വിഷയങ്ങളുണ്ട്. ശ്രീലേഖ മിത്ര തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. അവർ ബംഗാളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ സാഹചര്യവും കാര്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധമില്ല. ഈ സിനിമാ മേഖലയിൽ, മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് അവിടെ നിന്ന് ഇവിടെ വന്ന് ആ കേസ് നടത്തുക, ആ കേസുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനപ്പുറം സാമ്പത്തികമായി വലിയ ചിലവുണ്ടാകുന്ന ഒരു വിഷയം കൂടിയാണ്. അത്തരത്തിൽ അവർ വന്ന് കേസ് നൽകട്ടെ, അതിനുശേഷം നടപടിയെടുക്കാം എന്നൊക്കെ പറയുന്ന ന്യായീകരണത്തെ അത് നമ്മൾ ഏത് തരത്തിൽ കാണണം, അല്ലേ? ശരിക്കും അറിയാം. കാരണം ഇത്തരം ഒരു കേസുമായിട്ട് ഇപ്പൊ നമുക്ക് തന്നെ എന്തെങ്കിലും അട്രോസിറ്റി ഉണ്ടായാൽ ഈ കേസുമായി നടക്കുന്ന സാഹചര്യം ആലോചിച്ചാൽ അതിന് വരുന്ന നൂലാമാലകൾ, സാമ്പത്തികം അവിടെ നിൽക്കട്ടെ, പക്ഷെ അതിന് വരുന്ന നൂലാമാലകൾ ഉണ്ടല്ലോ, അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും നമ്മളിത് ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് പോകാൻ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുപോലെ അതിനേക്കാൾ ഒരുപക്ഷെ ഭീകരമായിരിക്കും ഈ പറഞ്ഞതുപോലെ ശ്രീരേഖ മിത്രയ്ക്ക് ബംഗാളിൽ നിന്നും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മലയാളി സംവിധായകൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു, അതിന് നടപടി ഉണ്ടാകണമെന്നുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അതിന്റെ നടപടി ചിലപ്പോൾ കാലങ്ങൾ എടുക്കുമായിരിക്കാം. അവരൊരു ഫൈറ്റിന് തയ്യാറാണോ എന്നുള്ള കാര്യം പോലും ഈ കാര്യത്തിൽ വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഈ ആരോപണങ്ങളുമായി, ഇത് ലൈംഗിക ആരോപണമാണ്, ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ്. മുൻ സിനിമാ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളോട് വളരെ നിസ്സംഗനായി പറഞ്ഞു, ഗതാഗത മന്ത്രിയാണ് ഞാനിപ്പോൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഹേമ കമ്മീഷൻ ഞാൻ പണ്ട് സിനിമാ മന്ത്രിയായിരുന്നു, പക്ഷെ അദ്ദേഹം സിനിമ നടനാണ്, സിനിമ കൈകാര്യം ചെയ്യുന്ന മുൻ മന്ത്രിയാണ്. ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ പോലും അദ്ദേഹം അതിനോട് മര്യാദയ്ക്ക് റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. മാത്രമല്ല, സംവിധായകൻ വിനയന്റെ ആരോപണം, പവർ ഗ്രൂപ്പിലൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് അതാരാണ്, വിനയനാണോ അതോ മന്ത്രിയാണോ എന്ന് വ്യക്തമല്ല എന്ന് വീണ്ടും നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത്തരത്തിലുള്ള തള്ളിപ്പറച്ചിലുകൾ വരുമ്പോൾ തന്നെ സർക്കാരിലെ വിവിധ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ, ഭരണപക്ഷത്തിന്റെ വിവിധ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ നിലപാട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ വ്യക്തമാണ്. തങ്ങൾക്ക് താല്പര്യമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണോ സർക്കാർ എടുക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഈ കാര്യത്തിൽ
ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായ മേഖലയാണ്. അതിൽ ഇത്രയധികം സ്ത്രീകൾ, ഏറെയുള്ളതും സ്ത്രീകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്ദ്രൻസ് പറഞ്ഞു, സ്ത്രീകൾക്ക് സുരക്ഷ അനുവദിക്കേണ്ടത് എല്ലാ മേഖലയുടെയും ആവശ്യമാണ്. എന്തുകൊണ്ട് സിനിമാ മേഖലയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നു എന്നാണ് മനസ്സിലാക്കാത്തത്. മറ്റേത് മേഖലയാണെങ്കിൽ പോലും സ്ത്രീയുടെ നേരെ ഇപ്പൊ നമ്മുടെ സർക്കാർ എന്നുള്ളത്, നമ്മുടെ നിയമവ്യവസ്ഥ പോലും അനുശാസിക്കുന്നത് അങ്ങനെയാണല്ലോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടായ അട്രോസിറ്റീസിന് എതിരെ അത് വഴിവെച്ച് കണ്ടാൽ പോലും നമുക്ക് അതിന് പ്രതികരിക്കാം. നിങ്ങളൊരു കാഴ്ചക്കാരനാണെങ്കിൽ കൂടി, നിങ്ങളൊരു സാധാരണ പൗരനാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിന് പ്രതികരിക്കാം. അതിൽ കേസെടുക്കാൻ അതിന്റെ നടപടികളുമായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുടെ നിലയിൽ മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൽ മാത്രം എവിഡൻസ് വേണം, അതല്ലെങ്കിൽ കൃത്യമായ പരാതി വേണം, പരാതി രജിസ്റ്റർ ചെയ്യാൻ. ഈ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകളെയെല്ലാം ബലഹീനരാക്കുന്ന നടപടിയല്ലേ ശരിക്കും? തീർച്ചയായും പ്രതിരോധത്തിലാകുന്നത് തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മൊഴി നൽകിയ ആളുകളാകുകയാണ്. സംസ്ഥാന സർക്കാരിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടക്കം എങ്ങനെ ഏതൊക്കെ തരത്തിൽ നടപടി എടുക്കാം എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. WCC അടക്കമുള്ള സംഘടനകളും അത്തരത്തിൽ തന്നെ സർക്കാർ ഉചിതമായ നിലപാട്, നടപടി കൈക്കൊള്ളട്ടെ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു വിവാദം സംവിധായകൻ രഞ്ജിത്തിനെതിരെ എന്തായാലും ആദ്യഘട്ടത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു എങ്കിൽ പോലും ഇനി വലിയ പ്രതിഷേധമുയരുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും, എന്ത് തീരുമാനം സംവിധായകൻ രഞ്ജിത്തിനെതിരെ എടുക്കും, അദ്ദേഹത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയുള്ള അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുമോ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മംഗളൂരുവിലെ കാർക്കളയിൽ 21-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കാർക്കള സ്വദേശികളായ അൽത്താഫ്, സവേര റിച്ചാർഡ് എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് പീഡിപ്പിച്ചതെന്ന് ഉಡುപ്പി പോലീസ് പറഞ്ഞു. ಕೇಸಿನ ಸಾರಾಂಶ ಏನಂದ್ರೆ ವಿಕ್ಟಿಮ್ಗೆ ಈ ಅಕ್ಯೂಸ್ಡ್ ಆದ ಅಲ್ತಾಫ್ ಸುಮಾರು 3 ತಿಂಗಳಿಂದ ಇನ್ಸ್ಟಾಗ್ರಾಮ್ನಲ್ಲಿ ಪರಿಚಯ ಆಗಿದ್ದಾರೆ. ಅವರೆಲ್ಲ ಒಂದೇ ಊರು, ಒಂದೇ ಭಾಗದವರು. ಅವರು ಪರಿಚಯ ಆದ ಮೇಲೆ ನಿನ್ನೆ ಮಧ್ಯಾಹ್ನ ಒಂದು ಕಡೆ ಬರಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ ಅಲ್ತಾಫ್. ಅಲ್ಲಿ ವಿಕ್ಟಿಮ್ ಹೋದಾಗ ಅವರನ್ನು ಕಿಡ್ನಾಪ್ ಮಾಡಿಕೊಂಡು ಗಾಡಿನಲ್ಲಿ ಒಂದು ಕಡೆ ಹೋಗಿ ನಿಲ್ಲಿಸಿ, ಮತ್ತೆ ಅಲ್ಲಿ ವಿಕ್ಟಿಮ್ದು ಅಕ್ಯೂಸ್ಡ್ದು 2 ಫ್ರೆಂಡ್ಸು ಅಲ್ಲಿ ಬರ್ತಾ ಇದ್ದಾರೆ. ಬಂದು ಅವರು ಬಿಯರ್ ಬಾಟ್ಲನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಆದ ಮೇಲೆ ಅವರು ಅಲ್ತಾಫು ಆ ಡ್ರಿಂಕ್ಸ್ನಲ್ಲಿ ಬೇರೆ ಏನೋ ಮಿಕ್ಸ್ ಮಾಡಿ ನನಗೆ ಕೊಡಿಸಿ ನನ್ನನ್ನು ಅತ್ಯಾಚಾರ ಮಾಡಿದ್ದಾನೆ ಎಂದು ದೂರಿದೆ. ಇದರ ಸಲುವಾಗಿ ಕಾರ್ಕಳ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 145/24ನಲ್ಲಿ ಅಂಡರ್ ಸೆಕ್ಷನ್ 138/64 ಮತ್ತು 3 ಸಬ್ ಕ್ಲಾಸ್ 5 BNSನಲ್ಲಿ ಕೇಸ್ ದಾಖಲಾಗಿದೆ. ಇದರಲ್ಲಿ ಅತ್ಯಾಚಾರ ಮಾಡಿದ ಅಲ್ತಾಫ್ ಈಗಾಗಲೇ ಅರೆಸ್ಟ್ ಆಗಿದ್ದಾನೆ. ಅವನು ಕರ್ಕೊಂಡೋಗಿರೋ ಗಾಡಿನೂ ಈಗಾಗಲೇ ಅರೆಸ್ಟ್ ಆಗಿದೆ. ಮತ್ತು ಆ ಬಿಯರ್ ಬಾಟಲ್ ತಂದು ಕೊಟ್ಟಿರುವ ಸವೇರಾ ರಿಚರ್ಡ್ ಕಾರ್ಡೋಸಾ ಎಂಬ ಇನ್ನೊಂದು ಆರೋಪಿ ಮತ್ತು ಅವನು ತಂದಿರುವ ಗಾಡಿಯನ್ನು ಈಗಾಗಲೇ ಸೀಸ್ ಮಾಡಲಾಗಿದೆ. ತದನಂತರ ಅವನು ಅಲ್ತಾಫು ಹುಡುಗಿಯನ್ನು, ವಿಕ್ಟಿಮನ್ನು ಆ ವಿಕ್ಟಿಮ್ ಮನೆಯಲ್ಲಿ ತಂದು ಬಿಟ್ಟಿರೋದು ನಮ್ಮ ತನಿಖೆಯಲ್ಲಿ ಕಂಡು ಬಂದಿದೆ. ಈಗ ಹುಡುಗಿಯನ್ನು ಹೆಚ್ಚಿನ ಚಿಕಿತ್ಸೆಗಾಗಿ KMC ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟಲ್ನಲ್ಲಿ ಸೇರಿಸಲಾಗಿದೆ. ಹುಡುಗಿದು ಮತ್ತೆ ಈಗ ಜುಡಿಷಿಯಲ್ ಆಫೀಸರ್ ಮುಂದೆ ಮಾಡುವ ಹೇಳಿಕೆ ಮತ್ತು ಮೆಡಿಕಲ್ ರಿಪೋರ್ಟ್ಸ್ ಮತ್ತು ಆರೋಪಿದು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ಸ್ ಆದಷ್ಟು ಬೇಗನೆ ಮಾಡಿ ಮುಂದೆ ಕಾನೂನು ರೀತಿಯಲ್ಲಿ ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നമുക്കറിയാം കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി അഹോരാത്രം വലിയ പരിശ്രമങ്ങളും പ്രതിഷേധങ്ങളും ഉയരുമ്പോൾ ഇത് തുടർക്കഥയാവുകയാണ്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ഒരു സ്ഥലത്തും സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളായി ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എത്രത്തോളം ദുഃഖകരമാണ്? തീർച്ചയായും ആര്യ, ഇത് നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നീചമായൊരു പ്രവൃത്തിയാണ് നടത്തിയത്. അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ യുവതിയെ ഈ കാർക്കള ജോഡ്രസ്തെ സ്വദേശി അൽത്താഫും അതുപോലെ തന്നെ ഇയാളുടെ ഒരു സുഹൃത്തും കാറിൽ തട്ടിക്കൊണ്ടുപോയാണ് ഇത്തരത്തിൽ ശീതളപാനീയം എന്ന് പറഞ്ഞ് മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് ഈ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും ഈ കാർക്കള എന്ന് പറയുന്ന ഒരു പട്ടണത്തിന് തൊട്ടടുത്ത ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തുണ്ടായിരുന്നു ഇത്തരം സംഭവം. ഈ 3 മാസം മുൻപാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ യുവതിയെ പരിചയപ്പെട്ടതെന്നും പോലീസ് പറയുന്നുണ്ട്.
ഏതായാലും ഇയാളുടെ സുഹൃത്ത് സവേര റിച്ചാർഡും അതുപോലെ തന്നെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസ് വിവരം പറയുന്നത്. പിന്നീട് പോലീസ് എത്തിയാണ് അവിടെയുള്ള ഒരു സ്വകാര്യ ഒരു സർക്കാർ ആശുപത്രി, താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പിന്നീട് ഗുരുതരാവസ്ഥയെ തുടർന്നാണ് ഇപ്പോൾ ആ കുട്ടി മണിപ്പാലിലാണ് ഇപ്പോൾ, ആ യുവതി മണിപ്പാലിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവർക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഉടുപ്പി SP ഡോക്ടർ അരുൺ പറയുന്നത്. അതായത് പെൺകുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ബൈജു, ഇപ്പോൾ അപകടനില തരണം ചെയ്തു എങ്കിൽ പോലും ഗുരുതരമായ അവസ്ഥയിലാണ് ആ യുവതി ഉള്ളത്, ആ പെൺകുട്ടി ഉള്ളത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടുള്ള അതിക്രമമായിരിക്കും ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായും അത്തരത്തിൽ നാട്ടുകാർ തന്നെ വളരെ അവശനിലയിലായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ. ഈ ഇത്തരത്തിൽ ഈ ശീതള ഈ പാനീയം എന്ന് പറഞ്ഞ് അതിൽ മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കി അത്തരത്തിൽ ഒരു പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. കാരണം ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഈ ഉടുപ്പി മേഖലകളിൽ നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു യുവ ഡോക്ടറെ ഇതേ കൽപ്പറ്റയ്ക്ക് സമാനമായ ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന പോലെ ഒരു സാഹചര്യം ഉണ്ടായത്, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ തോതിൽ പ്രതിഷേധവും ഒക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അതേ സ്ഥലത്തിനടുത്ത് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വലിയ പ്രതിഷേധം നാട്ടുകാർ സംഘടിച്ചെത്തുകയും വിവിധ സംഘടന നേതാക്കളൊക്കെ സംഘടിച്ച് വന്ന് ആ പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രതിഷേധം ഉണ്ടാക്കുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉയർന്നു വരുന്നത്. ഇതിൽ കൂടുതൽ സംഘാംഗങ്ങൾ ഇത്തരത്തിലുണ്ട് എന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ഇത് പീഡിപ്പിക്കുന്ന വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം പിടികൂടണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആ പോലീസുമായി അത്തരത്തിൽ വാക്കുവാദ തർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. 11 മണിയോടുകൂടിയാണ് ഈ സംഭവം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റ് കൂടുതൽ പേരുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പരിശോധനയും പോലീസ് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും മംഗളൂരു, ഉടുപ്പി പ്രദേശങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അത് തന്നെയാണ്. അതായത് ബൈജു, ഈ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കൂടി അടക്കം അടുപ്പം നടിച്ച് വലയിലാക്കി കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള നിലയിലേക്കാണോ ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള 2 പേർ മാത്രമല്ല ഇനിയും കൂടുതൽ പേർ ഇവരുടെ സംഘത്തിലുണ്ട് എന്നുള്ള സംശയമാണോ നാട്ടുകാർ പറയുന്നത്? തീർച്ചയായും ആര്യ, അത് തന്നെയാണ് നാട്ടുകാർ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ 2 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മദ്യമൊക്കെ എത്തിച്ചയാളും ഈ യുവതിയെ പീഡിപ്പിച്ചയാളും, ഇങ്ങനെ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചാണ് പോലീസിന് നേരെ വലിയ തോതിൽ പ്രതിഷേധം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ SP വ്യക്തമാക്കുന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തും. അതിനുശേഷം കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ പിടികൂടുമെന്നാണ്. അത് മാത്രമല്ല, നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന കാര്യം, ഇത്തരത്തിൽ പെൺകുട്ടികളെ വലിയ തോതിൽ പ്രലോഭിപ്പിച്ചും മറ്റും ഈ കൊണ്ടുപോയി ഈ പീഡനത്തിനിരയാക്കിയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ മംഗളൂരു ഭാഗത്തൊക്കെ ഇത്തരം നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികളായി എത്തുന്നവരെ, അത് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്നവരെയൊക്കെ ഈ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതിൽ ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ തോതിൽ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോഴും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് നടത്തണമെന്ന ആവശ്യം തന്നെയാണ് അവർ ഉയർത്തുന്നത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, അസമിലെ നാഗാവിൽ കൂട്ടബലാത്സംഗം കേസിലെ പ്രതി മരിച്ച നിലയിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുളത്തിൽ വീണ് മുങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. പുലർച്ചെ 3:30 കുറ്റകൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെയാണ് സംഭവം. SDRFന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് 14-കാരി കൂട്ടബലാത്സംഗത്തിനിരയായത്. പ്രതികളിൽ 2 പേർ ഒളിവിലാണ്. ഐഷത്തുൽ ഷംനയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷംന, ഇപ്പോൾ ബൈജുവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഉള്ള
അതിക്രമം, സ്ത്രീകൾക്കെതിരായ അതിക്രൂരമായ അതിക്രമങ്ങൾ ദിവസവും എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളെ എല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇതിപ്പോൾ ആസമിലെ സംഭവമാണ്. അവിടെ ഇപ്പോൾ പ്രതി രക്ഷപ്പെടുന്നതിനിടയിൽ കുളത്തിൽ വീണ് മരിച്ചു എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. എങ്ങനെയാണ് വിശദാംശങ്ങൾ വരുന്നത്? ആര്യ, തീർച്ചയായും അത് തന്നെയാണ്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ കൂടി വരികയാണ്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ അസമിലും ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. 14-കാരിയായ പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14-കാരിയായ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് രാത്രി 8 മണിക്ക് വീട്ടിലേക്ക് സൈക്കിളിൽ മടങ്ങവെയായിരുന്നു 3-അംഗ സംഘം സ്കൂട്ടറിലെത്തി ഈ കുട്ടിയെ മർദ്ദിക്കുന്നതും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുന്നതും. അതിനുശേഷം അവശ്യ നിലയിലായ ഈ പെൺകുട്ടിയെ കുളക്കരയിൽ ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയുകയായിരുന്നു. പിന്നീട് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുകയും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. 3 പ്രതികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ തഫാസുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇന്ന് മരിച്ച തഫാസുൽ ഇസ്ലാം അറസ്റ്റിലും മറ്റ് 2 പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം വ്യാഴാഴ്ചയാണ് ഈ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാവുന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 3:30 ഇവരെ തെളിവെടുപ്പിനായി ഈ കുളക്കടവിൽ എത്തിച്ചതായിരുന്നു. അതിനുശേഷം ഈ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് തഫാസുൽ ഇസ്ലാം ഈ കുളത്തിലേക്ക് ചാടിയത്. അതിനുശേഷം അപ്പോൾ തന്നെ ഊർജിതമായി തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ ഈ കുളത്തിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ രാവിലെ ഈ പ്രതിയെ മരിച്ച നിലയിൽ മൃതദേഹം ഈ കുളത്തിൽ നിന്നും കണ്ടെടുത്തത്. മറ്റ് 2 പ്രതികളും ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും ആര്യ, വലിയ പ്രതിഷേധമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അസമിൽ നടന്നിരുന്നത്. കൊൽക്കത്തയ്ക്ക് സമാനമായി തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ഒരു 14 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായാണ് ഈ 3-അംഗ സംഘം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. 2 പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും 1 പ്രതിയുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തണം, നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അസമിൽ ശക്തമായ പ്രതിഷേധം തുടരുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിയുടെ മരണം സംഭവിക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടി 3:30 തെളിവെടുപ്പിനായി എത്തിയപ്പോൾ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരുന്നു. എന്നാൽ ഈ കുളത്തിൽ തന്നെ വീണ് അതിൽ തന്നെ കിടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ പ്രതിഷേധത്തിനാണ് കൊൽക്കത്തയ്ക്ക് സമാനമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതും അത് തന്നെയാണ്. ഈ കൊൽക്കത്തയ്ക്ക് സമാനമായി ഒരു അവസ്ഥയല്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. കാരണം കൊൽക്കത്തയിൽ സംഭവം നടന്ന് എത്രയോ ദിവസങ്ങളായിട്ട് പോലും പ്രതികളെ കൃത്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പ്രതികളുടെ. എന്നാൽ അസമിൽ അങ്ങനെയല്ല. കൃത്യം നടന്ന ഉടൻ തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ 14 വയസ്സുകാരിയുടെ ആത്മഹത്യ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യ, ശരി. ആയിഷത്തുൽ ഷംനിയാണ് വിവരങ്ങൾ നൽകിയത്. അസമിലെ നാഗാവിലാണ് 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇടവേള. തിരികെ സ്പോട്ട് ലൈവിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചെമ്പഴന്തി ഇടത്തറയിലാണ് സംഭവം. ഇടത്തറ മാധവാശ്രമത്തിൽ ലൗഷയെയാണ് ഭർത്താവ് ജയകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഒളിവിൽ പോയ ജയകുമാറിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഇതെപ്പോഴായിരുന്നു സംഭവം? ആര്യ, ഇന്നൊരു 10:30 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ കഴക്കൂട്ടത്തെ മടത്തറയ്ക്ക് സമീപത്തുള്ള ഈ ഒരു ജയകുമാർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ കുടുംബ വഴക്ക് പതിവായിരുന്നു. ഇയാൾക്ക് മദ്യപാന ശീലം ഉണ്ട്. ഇതേക്കുറിച്ച് ചൊല്ലി വീട്ടിൽ കുടുംബ വഴക്ക് പതിവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഗുരുതരമായ പരിക്കേറ്റ ലൗഷയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരുടെ നില ഇപ്പൊ തൃപ്തികരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആര്യ, ശരി. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഒളിവിൽ പോയ ജയകുമാറിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.